Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബാത്റൂം കഴുകാൻ മടിയുള്ളവർക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇവിടെ ഞാൻ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഈ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എത്ര വൃത്തികേടായ ബാത്റൂമും വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അത്രയും തന്നെ യൂസ്ഫുൾ ആണ്. നമുക്ക് ആദ്യം ക്ലീനിങ് സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ലവണ്ണം പതഞ്ഞ് വരും. വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ ചേരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറയെ സോപ്പ് പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂം നല്ല പോലെ തന്നെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ചുമരിൽ നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. എന്നിട്ട് സാധാരണ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ യൂസ് ചെയ്തിട്ട് വെറുതെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കാം. ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകാം. അപ്പോൾ തന്നെ നല്ല പോലെ ക്ലീൻ ആവും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലോണം മാറ്റം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലുള്ള മഞ്ഞക്കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ടും ഈ ക്ലീനിങ് സൊല്യൂഷൻ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മഞ്ഞക്കറയുള്ള ഭാഗത്ത് ഈ ക്ലീനിങ് സൊല്യൂഷൻ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ലോണം മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്